ഹലോ. അപ്പോൾ ഇന്ന് എവിടെയാണെന്നല്ല ഇവിടുത്തോട്ടോ രാവിലെ എറണാകുളം ഭാഗത്തേക്ക് വന്നേക്കാണ്. ബാക്ക് സൈഡിൽ കണ്ട് മനസ്സിലാവും ഐ ലവ് കൊച്ചി. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ക്വീൻസ് വാക്ക് വേ എന്നാണ് പറയണത്. ഒരു ഹാപ്പനിങ് പ്ലേസാണ്. രാത്രിയാകുമ്പോൾ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഹാങ് ഔട്ട് ചെയ്യാൻ വരുന്നൊരു സ്ഥലം. ഒരുപാട് ഫാമിലീസ്. ഇപ്പോൾ മറൈൻ ഡ്രൈവിനേക്കാളും കൂടുതൽ തിരക്ക് ഈ ഭാഗങ്ങളിലേക്കൊക്കെയാണ്. ഇതൊരു മെയിൻ റോഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ തൊട്ടപ്പുറം കുറേ ഈട്രീസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലം. അപ്പോൾ ജസ്റ്റ് ആ ഭാഗത്തേക്ക് ഒന്ന് നടന്നിട്ട് വരാം. ഇത് ഏകദേശം ആ ഒരു ഫ്ലാറ്റിൻ്റെ ഒരു ഭാഗങ്ങളിലൊക്കെ അത് തുടങ്ങുന്ന ഭാഗം വരെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഈ മറൈൻ ഡ്രൈവിൻ്റെ സൈഡിൽ നോക്കി നേരെ കാണുന്ന കാഴ്ച കുറേ കായൽ ഭംഗിയും കാര്യങ്ങളൊക്കെയാണ്. അതായത് കൊച്ചിക്കായലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊട്ടിപ്പുറത്തൊരു മെയിൻ റോഡാണ്, ബിസി റോഡാണ്. കുറേ വണ്ടികളൊക്കെ പോകുന്നു. അതിൻ്റെ തൊട്ടപ്പുറം കുറേ ഫ്ലാറ്റുകളും കാര്യങ്ങളും. ഈ സൈഡ് ഇങ്ങനെ കുറേ ഈട്രീസും. ഇതൊക്കെ രാത്രി ഓപ്പൺ ആവും. കുറേ കാര്യങ്ങൾ രാത്രി ഒന്ന് ഫുഡ് കഴിക്കുക. കുറേ എന്താ പറയുക ബിസി ആകും ഈ സ്ഥലങ്ങളൊക്കെ രാത്രി ആകും തോറും. ഇതിൻ്റെ ഒരു ഭംഗി രാവിലെ വരണം. ഒരു 6-7 മണി ആ സമയത്തിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇവിടുത്തെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സമയമൊക്കെ. പിന്നെ അങ്ങോട്ട് പോകുന്നതോറും തിരക്ക് കൂടി വരും. കുറേ ബെഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും സ്റ്റീലിൻ്റെ. ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ രാത്രിയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വൈകുന്നേരം സമയങ്ങളിലൊക്കെ വന്ന് സൺസെറ്റൊക്കെ ആസ്വദിക്കുകയാണെങ്കിൽ ഇതേ നേരെ ഫേസ് ചെയ്യണത് സൺസെറ്റ് ആയിരിക്കും. ഇതിപ്പോൾ ബാക്ക് സൈഡിൽ കണ്ടില്ലേ ഒരു റോഡാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പച്ചാളം പോകുന്ന റൂട്ടാണ്. എറണാകുളം മറൈൻ ഡ്രൈവ് ഭാഗത്തുനിന്ന് പച്ചാളം ലൂർദ് ഹോസ്പിറ്റൽ ആ ഒരു റൂട്ട്. അതിൽ കയറുമ്പോൾ തന്നെ ഈ ഒരു ഏരിയയിലേക്ക് എത്താം. ഒരു ബ്യൂട്ടിഫുൾ ഒരു സ്പോട്ടാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് വല്ലാർപാടം ഭാഗത്തേക്കാണ് നമ്മൾ പോകണേ. അവിടെ ഒരു ഫേമസ് ചർച്ച് ഉണ്ട്, വല്ലാർപാടം ബസിലിക്ക. അപ്പോൾ ആ റൂട്ടിലേക്കായിരിക്കും ഇനി സഞ്ചരിക്കാൻ പോകുന്നത്. ആ ഭാഗത്തു നിന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്നല്ലോ. അപ്പോൾ നമ്മുടെ ഫേമസ് ചർച്ചിൻ്റെ ഭാഗത്തേക്ക് എത്തി. ഇത് ബസിലിക്കയാണ്, വല്ലാർപാടം നാഷണൽ ഷ്രൈൻ ബസിലിക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫേമസ് പള്ളി. ഇതാണ് ആ പള്ളി. അപ്പോൾ ഇത് എൻട്രൻസ് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. മംഗള കവാടം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു പണിത് വെച്ചിട്ടുണ്ട്. ഉള്ളിലേക്ക് കയറാം. പള്ളിയുടെ ഫ്രണ്ട് സൈഡിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഒരുപാട് പഴക്കമുള്ള പള്ളിയുണ്ടോ. അതായത് ഒരു 16th century ഓൺവേർഡ്സ് അപ്പോൾ മുതലുള്ള പള്ളിയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് കുറേ റെനോവേഷൻസൊക്കെ വന്നിട്ടുണ്ടാവും, പുതുക്കിപ്പണികളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പം അങ്ങനെയാണ് ഇങ്ങനെ ഇപ്പോൾ ഈ കാണുന്ന ഒരു എന്താ പറയുക ഒരു ലെവലിലേക്ക് എത്തിയേക്കണേ. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈനർ ബസിലിക്കയാണ്. അപ്പോൾ ഒരുപാട് നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതായത് ചൂല് വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടുത്തെ തിരുമുറ്റം ഇങ്ങനെ അടിച്ചടിച്ച് പോകാനുള്ളൊരു നേർച്ച. അപ്പോൾ മുറ്റടിക്കലൊരു നേർച്ചയാണ് ഇവിടുത്തെ. ഇതിൽ നിന്ന് എടുത്തിട്ട് പോവാം. ഇവിടെ ഇങ്ങനെ കുറേ ചൂലൊക്കെ വെച്ചിട്ടുണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരെണ്ണം കളക്ട് ചെയ്തിട്ട് നേരെ പള്ളിയുടെ ഫ്രണ്ട് സൈഡിൽ പോയിട്ട് അടിക്കും. ചൂലെടുത്ത് വന്നിട്ട് ഇത് പള്ളിയുടെ അഭിമുഖമായിട്ട് നിൽക്കുക. എന്നിട്ട് ഇതുപോലുള്ളൊരു ഇങ്ങനെ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ അടിച്ചടിച്ച് പോകണതാണ് നേർച്ച. വേറൊരു നേർച്ചയും കൂടിയുണ്ട്. അത് അടിമസമർപ്പണം എന്ന് പറയും. ഈ പള്ളിനോട് ചേർന്നിട്ട് തൊട്ട് അടുത്തൊരു ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഓഡിറ്റോറിയം പോലെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് അടിമസമർപ്പണം.
പള്ളിക്ക് 2 ഗോപുരങ്ങളല്ലേ ഉള്ളത്, മെയിനായിട്ടുള്ള 2 വലിയ ടവേഴ്സ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറാനുള്ള ഫെസിലിറ്റിയും ഒരുക്കിയിട്ടുണ്ട് അവിടെ. നമുക്ക് ലിഫ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റെയർ കേസ് വഴി കയറാം. ടിക്കറ്റ് എടുത്ത് വേണം കയറാൻ. 10 രൂപയോ സംതിങ് ഒക്കെ ഉള്ളൂ. അപ്പോൾ മുകളിൽ പോയി കഴിഞ്ഞാൽ കൊച്ചിയുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ 360 വ്യൂവിൽ കിട്ടും. അപ്പോൾ ആ ഒരു ഇതിലോട്ട് പോകാൻ പോകണം, ടിക്കറ്റ് എടുക്കാം. അപ്പോൾ അത് ലിഫ്റ്റ് വഴി കയറി. ഇനി ഇവിടുന്ന് ഈ ഒരു പോർഷൻ വരെ ലിഫ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. നേരെ മുകളിലേക്ക് കയറാം. ഒരു 60-62 സ്റ്റെപ്പൊക്കെ മുകളിലേക്ക് പോകണം. ഇനി ഇനി നല്ലോണം അണച്ചോട്ടോ, നമ്മൾ 60-60 സ്റ്റെപ്പ് പിന്നെയും കയറിയില്ലേ. ഇനി മുകളിലേക്ക് കയറിയാൽ ഏറ്റവും ടോപ്പിലേക്ക് എത്തും. ഇപ്പം തന്നെ കാണാൻ തുടങ്ങിയിട്ടോ, കൊച്ചിയുടെ കുറേ കാഴ്ച ഇവിടുന്ന് തന്നെ കാണാം. അങ്ങനെ ഏറ്റവും ടോപ്പ് ഭാഗത്തേക്ക് എത്തുന്നത് ഇത് ആണ്. ആ ഒരു ടവർ തൊട്ട് ഈ സൈഡിൽ സെക്കൻഡ് ടവറും കാണാം. ഇതാണ് പള്ളിയുടെ 2 മെയിൻ ടവേഴ്സ്. ഇനി ചുറ്റും നോക്കി ഫുൾ ഇങ്ങനെ കൊച്ചിയുടെ കാഴ്ചകൾ. ഇവിടെ നിന്ന് ഏറ്റവും ടോപ്പിൽ കാണാൻ പറ്റിയ ഒരു സ്ഥലം ഇതായിരിക്കും മിക്കവാറും. ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും കൊച്ചിയുടെ, എറണാകുളം ഭാഗം കംപ്ലീറ്റ് ഇങ്ങനെ കാണാം. അപ്പോൾ ആ മുകളിൽ കയറിയില്ല. അപ്പോൾ അതിൻ്റെ അവിടുന്ന് ഇങ്ങനെ ലിഫ്റ്റ് ഉണ്ട്, നമ്മളുടെ എന്താ പറയുക സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ സ്റ്റെയർ കേസ് ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അടുത്തൊരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തും. ഇതിൻ്റെ ഒരു ഏകദേശം പകുതി ആകുമ്പോഴൊരു ഭാഗം. ഇവിടെ നോക്കിയാലും എന്തൊക്കെ കൊച്ചിയുടെ വ്യൂ കാണാം. നേരെ കണ്ടെയ്നർ ടെർമിനലും അങ്ങനത്തെ കുറേ കാഴ്ചകളൊക്കെ കാണാം. ഇത് ആ ഗോപുരത്തിൻ്റെ നേർപകുതി ഭാഗത്ത് വന്ന് നിൽക്കണം. ഇപ്പോൾ ഇവിടെ മാതാവിൻ്റെ തിരുസ്വരൂപം വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ മാതാവിൻ്റെ തിരുസ്വരൂപം അതിൻ്റെ തൊട്ട് പുറയിലായിട്ട് ഒരു മ്യൂസിയം പോലെ ഇവരിതിനെ സൂക്ഷിച്ചിട്ടുണ്ട്. അതായത് പണ്ടത്തെ പള്ളി തുടങ്ങിയ സമയത്തുള്ള കുറേ ബുക്കുകളും, പിന്നെ ആൾക്കാർ നേർച്ച കൊടുക്കുന്ന കാര്യങ്ങൾ, പണ്ടത്തെ കുറേ താക്കോല്, ഇതൊക്കെ നോക്കി പണ്ടത്തെ മൈക്ക്. അപ്പോൾ ആദ്യത്തെ സമയത്തുണ്ടായിരുന്ന മൈക്കും അന്ന് ഉപയോഗിച്ചിരുന്ന കുറേ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക കാണാം. പണ്ടത്തെ കുറേ താക്കോല് ഇതൊക്കെ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നവർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ തിരുവസ്ത്രങ്ങളും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവിടെ കാണാം.
കറങ്ങി ലാസ്റ്റ് വൈപ്പിൻ ഭാഗത്തേക്ക് എത്തി. ഇനി ഇവിടെ നിന്ന് മെട്രോ കയറിയിട്ട് വാട്ടർ മെട്രോ കഴിഞ്ഞോണ്ട് നമ്മൾ ഫോർട്ട് കൊച്ചി പോയില്ലേ, ഏകദേശം ആ ഭാഗത്ത് പോയിട്ടാണ് അന്ന് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ. അപ്പോൾ ഇന്ന് വാട്ടർ മെട്രോ കയറുന്നു, ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഒരു ഏകദേശം 1 മണി സമയമൊക്കെ ആണോടാ. ഇപ്പോൾ വാട്ടർ മെട്രോ ഉണ്ട്, അതിൽ കയറിയിട്ട് ഫോർട്ട് കൊച്ചി ഭാഗത്തേക്കാണ് ഇനി പോണേ. മെട്രോ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ കുറേ ബെഞ്ചുണ്ട് വെയിറ്റിംഗ് ഏരിയയിൽ. അപ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് നേരെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കൊച്ചി അങ്ങനത്തെ കുറച്ച് കായൽ കാഴ്ചകളും ഇതൊക്കെ ഓപ്പണായിട്ട് കിടക്കുന്ന സ്ഥലം ഇതുകൊണ്ട് ഇങ്ങനെ ബ്യൂട്ടിഫുൾ കാഴ്ചയോടിരുന്ന് കാണാം. ഇതാണ് ഇപ്പോഴേ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. ഇത് നേരെ ഓപ്പോസിറ്റ്, ഇതിങ്ങനെ ഫുൾ ഗ്ലാസിൻ്റെ വോൾ ആയതുകൊണ്ട് കംപ്ലീറ്റ് നമ്മുടെ മെട്രോ വന്നു. ഇനിയിപ്പോൾ ഈ അങ്ങോട്ടേക്ക് കയറാം. ഓക്കെ, അപ്പോൾ ഈ റൂട്ട് എടുക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫുൾ ഇങ്ങനെ ഗ്ലാസിൻ്റെ വിൻഡോസാണ്. അപ്പോൾ ഫുൾ കാഴ്ച കായലിൻ്റെ ഭംഗീനെ ആസ്വദിച്ച് പോകാം. ഇത് എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ബോട്ടുകളാണ്. അപ്പോൾ ചൂടറിയില്ല, പുറത്ത് നോയിസ് പൊല്യൂഷൻ ഇല്ല, ഫുൾ ഇങ്ങനെ ആസ്വദിച്ച് പോവാം. അപ്പോൾ കംപ്ലീറ്റ് കായൽ കാഴ്ചകൾ എന്ത് ചെയ്യുക, ഇതിലൂടെ ഇരുന്ന് ആസ്വദിക്കാം. അപ്പോൾ നമ്മൾ ചെറിയ പ്ലാനിലൊക്കെ ഒന്ന് മാറ്റം വരുത്തി. അതായത് നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകണില്ല, നേരെ ഹൈക്കോർട്ടിൽ തന്നെ ഇറങ്ങിയിട്ട് അവിടെ റഹ്മാനിയ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ, അവിടെ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ കഴിക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഒരുപാട് ടൈം എടുക്കും. നമ്മളിനി ഫോർട്ട് കൊച്ചി എത്തിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഏകദേശം 2 മണി അടുപ്പിച്ചായി, അത് ക്ലോസ് ആവും. അപ്പോൾ പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഇനി വേറെ ദിവസം പോകാൻ ഭാഗത്തേക്ക്. അപ്പോൾ പെട്ടെന്നൊരു പ്ലാൻ നമ്മൾ മാറ്റിയത് നമ്മളിനി എറണാകുളം ഈ ഒരു മറൈൻ ഡ്രൈവിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് തന്നെ എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ അതേ നമ്മൾ വന്ന മെട്രോ ഇവിടെ നിന്ന് ഇറങ്ങിയത് ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്ക് എത്തി. ഇനി ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് നമ്മളുടെ ഒരു ബിരിയാണി സ്പോട്ടിലേക്ക്. ജസ്റ്റ് കഴിച്ചിട്ട് അപ്പോൾ ഇവിടെ നിന്ന് വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയിപ്പോൾ ജസ്റ്റ് ഫുഡ് കഴിക്കുന്നു, നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് നമ്മൾ. ഓക്കെ, ഇതൊക്കെ ഇഷ്ടംപോലെ കുറേ വാട്ടർ മെട്രോസും കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ.